സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഗെയിമിലാണ് കുറച്ച് മോഡിഫൈഡ് കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് എങ്ങനെ എടുക്കാന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ബാറ്റ്മാൻ ഈ ഒരു ലോഗോ സിറ്റിയുടെ മുകളിലായിട്ട് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് നമ്മളെല്ലാം ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയത് പഴയ കാർ അതുപോലെ തന്നെ പുതിയ മോഡിഫൈഡ് കാർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും അതിൻ്റെ ഡിഫറൻസ്. ഈ കാർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ കളർ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് പോർച്ചുഗൽ, അർജന്റീന, ബ്രസീലാണ്. ഓക്കെ, ഇനി ഇതൊക്കെ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അതിനായിട്ട് നിങ്ങൾ ഗെയിമിൽ വന്നതിന് ശേഷം നിങ്ങൾ ഫോണിൽ ടൂൾ കോഡ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങൾ കോഡൊന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, കോഡൊന്ന് സെർച്ച് ചെയ്തിട്ട് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡിലായിട്ട് ഇത് ഇങ്ങനത്തെ ഒരു കാര്യം കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ നിങ്ങളിത് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കാർ 2 എന്ന് പറയുന്ന സാധനം നിങ്ങൾ കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അവിടെ ക്ലിക്ക് ടു പേസ്റ്റിൽ അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങളവിടെ കോപ്പി ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഈ ഒരു സാധനം ഇത് നിങ്ങൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നിങ്ങളവിടെ ക്ലിക്ക് ടു പേസ്റ്റിൽ നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് രണ്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് കോപ്പി ചെയ്ത് അവിടെ അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ ക്രിയേറ്റ് ഫയൽ എന്നുള്ളത് നെക്കി കൊടുത്താൽ ഓക്കെ, നിങ്ങളുടെ മോഡിഫൈ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഫോൺ എടുത്തതിന് ശേഷം 0002 എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മോഡിഫൈഡ് കാറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണും. ഓക്കെ, ഇനി കൂടുതലും പറയുന്നില്ല എങ്ങനെയാണ് ഈ കളറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫസ്റ്റ് ഇതിൽ പോർച്ചുഗലിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തായിരുന്നു. നിങ്ങൾ ലോഡ് CP എന്ന് അടിച്ചു കൊടുക്കുക. ലോഡ് CP എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഗാലറി കണക്ക് ഓപ്പൺ ആയി വരും. എന്നിട്ട് നിങ്ങളതിൽ നിങ്ങളുടെ പോർച്ചുഗലിൻ്റെ ഫ്ലാഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറാണ് വേണ്ട അതങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പോർച്ചുഗലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഡണ്ണുകളിലൊക്കെ കൊടുക്കുക. കൊടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ ടൈപ്പ് സെക്ഷൻ ഒന്നുകൂടെ നോക്കിയിട്ട് CP എന്ന് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഇവിടെ കളറുകളിലൊക്കെ ആഡ് ആവുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, എൻ്റെ കളറുകളൊക്കെ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഞാനിവിടെ പോർച്ചുഗലിൻ്റെ കളർ എടുത്തുകൊണ്ട് പോർച്ചുഗലിൻ്റെ കളർ തന്നെ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് എന്തിൻ്റെ കളർ വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ അർജന്റീന, നിങ്ങൾ തമ്മിൽ കൊടുത്ത പോലെ അർജന്റീന, ബ്രസീൽ എല്ലാത്തിൻ്റെ കളർ ഞാൻ ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ സിറ്റിയുടെ മുകളിൽ എങ്ങനെ ബാറ്റ്മാൻ്റെ ചിഹ്നം കാര്യങ്ങളൊക്കെ കൊണ്ടുവരാമെന്നാണ്. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബാറ്റ്മാൻ എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്ത് കാണും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കിയിട്ട് അവിടെ പേസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ എന്തായാലും അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ഇനി ബാക്ക് അടിച്ച് കയറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നോക്കുകയാണെങ്കിൽ അവിടെ വന്നിട്ടുണ്ട് ഗൈസ്. ഇത്രയേ ഉള്ളൂ, ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സാധനം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബും ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലത്തെ അപ്ഡേറ്റ് വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ.